ഒരത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അത്രയ്ക്ക് എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ തന്നെ ഞാൻ പറയുന്നൊരു നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. 88 48 91 80 05. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 8848918005. ഈ നമ്പർ ഒന്ന് പ്രത്യേകിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്നലെ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിരന്തരമായിട്ട് ഒരുപാട് കമൻസ് ആയിട്ട് വരുന്നുണ്ട്. വൃത്തിയില്ലാത്ത വീട്, നന്നില്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരം കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടായിട്ട് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഗൂഗിൾ പേ നമ്പറാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും 1000 രൂപ വെച്ചിട്ട് അയച്ചോളൂന്നേ. 1000 പേര് അയച്ചാൽ മതി. ഞാൻ ബ്ലംഗ്ലാവ് കെട്ടിക്കോളാം കേട്ടാ. അപ്പം നമുക്കുള്ളത് എന്താണോ അതേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കുറ്റം പറയുന്ന ആൾക്കാരുടെ വീട് ചിലപ്പം ബ്ലംഗ്ലാവ് ആയിരിക്കും അല്ലേ? അപ്പോൾ എനിക്കിതേ ഉള്ളൂ. എനിക്കുള്ളതേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തത് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വീടിന് വൃത്തിയില്ലെങ്കിൽ നിങ്ങളെന്തിനു ബേജാറാകണം ഗൈസ്? ഞാനല്ലേ താമസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ആണോ വന്ന് താമസിക്കുന്നത്? നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ പറയുന്നുണ്ടോ എൻ്റെ വീട്ടിലോട്ട് വന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയി നിങ്ങളെന്ന് പറയുന്നുണ്ടോ ഞാൻ? പിന്നെ നിങ്ങൾക്ക് എന്നാത്തിനത്ര ബേജാറ്? വൃത്തിയില്ലെങ്കിൽ വൃത്തിയില്ല, ഓക്കെ. ഞാനല്ലേ താമസിക്കുന്നത്. ഇതിന് മാത്രമൊക്കെ എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കാൻ എന്നതാണ് ഇത്ര മക്കളെ നിങ്ങൾക്ക് ഇത്ര ധൃതി എന്നറിയോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഓരോരുത്തർ 1000 രൂപ വെച്ചിട്ട് 1000 ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പൈസ അയക്കാം. അപ്പം ഞാൻ വീടൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി ഗാർഡൻ വരെ വെച്ചിട്ട് ഞാനൊരു ഹോം ടൂർ നടത്തും. അപ്പം നിങ്ങൾക്കും സന്തോഷമാവും, എനിക്കും സന്തോഷമാവും. അപ്പം പിന്നെ നിങ്ങളാരും ഇട്ട് സഹായിക്കൂല. പിന്നെ ഈ കുറ്റം പറയാനായിട്ട് എന്തിനു വരികയാണ് നിങ്ങൾ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ചിലപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്ക് സ്വന്തമായിട്ട് വീടെങ്കിലും ഉണ്ടാവുമോ? ഉള്ളവരാണെങ്കിൽ കുറ്റം പറയാൻ വരൂല. ഉള്ളത് ഓണം പോലെ എന്ന്. എനിക്കിത് കൊട്ടാരമാണ്. സോഷ്യൽ മീഡിയ പറയുന്ന 60 കോടി ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു 60 ലക്ഷത്തിനെങ്കിലും ഉള്ളൊരു വീട് എൻ്റെ കയ്യിലുണ്ട്, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. അതിന് വൃത്തിയില്ലെങ്കിൽ നിങ്ങളാരും ടെൻഷനാവണ്ട. ഒരാളും ടെൻഷനാവണ്ട. ഒരാൾക്കും സഹായം ചെയ്തു കൊടുക്കാറില്ല. പക്ഷേ കുറ്റം പറയാനും കൊണക്കൊണന്ന് ചെല്ലാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ സഹായം തന്നിട്ട് കുറ്റം പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷമായിരിക്കില്ലേ? അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ അയക്കാതിരിക്കുമോ? അയക്കണം കേട്ടോ. അയച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. അതിനുള്ള ഗട്ട്സ് കൂടി നിങ്ങൾക്ക് കാണിക്കണം കേട്ടോ. എന്തായാലും കാണിക്കണം. നിങ്ങൾക്കൊക്കെ ഇത്രയും വിഷമവും സങ്കടവും വരുമ്പോൾ എനിക്കും ഉണ്ടാവില്ലേ വിഷമവും സങ്കടമൊക്കെ? എൻ്റെ വീട് വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഉള്ള വീടുള്ളത് പോണല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. മോർഫ് ചെയ്തിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾ പൈസ അയച്ചു തരിക. അപ്പം ഞാൻ ആ വീട് നന്നാക്കൂ. അപ്പം ഞാൻ പിന്നെ ഹോം ടൂർ നടത്തും. നല്ല വൃത്തിയുള്ള വീട്. അപ്പം നിങ്ങൾക്ക് സന്തോഷമാവും, എനിക്കും സന്തോഷമാവും. അപ്പം നിങ്ങളെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷമോ? അപ്പം പിന്നെ എന്താക്കണോ? ഞാൻ നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 88 48 91 80 05. ഗൂഗിൾ പേ നമ്പർ ആട്ടോ. ഫോൺ പേ ആണെങ്കിലും ഈ സെയിം നമ്പർ തന്നെയാണ്. ഇനിയിപ്പോൾ ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഫോൺ പേ ആണെങ്കിൽ ഈ നമ്പർ തന്നെയാണ്. അപ്പം നിങ്ങൾ വേഗം അങ്ങോട്ട് അയച്ചു വിടുക. എന്നിട്ട് ഞാൻ ഒരു മാസം കൊണ്ട് ഇത് റെഡിയാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ വരും. അപ്പം കമൻ്റ് ഇടണം, അടിപൊളി വീട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വേവലാതിപ്പെടുന്ന കാര്യം, സ്വന്തം വീട്ടിലെ ഓട് മാറ്റാൻ വേവലാതിപ്പെടാറുണ്ടോ നിങ്ങൾ? സ്വന്തം വീട് ചിലപ്പോൾ ചോരുന്നതായിരിക്കും. എന്നാലും ആരാൻ്റെ വീട്ടിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് എന്താക്കണോ?
നിങ്ങൾ പൈസ അയച്ചു തരിക, ഞാൻ വീട് നന്നാക്കിയിട്ട് ഞാൻ സുഖസുന്ദരമായിട്ട് ജീവിക്കുക. എനിക്കിത് മതി. ഞാനിതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു വിഷമവും ഇല്ല താനും. പക്ഷെ വിഷമമുള്ളത് ആർക്കാണ്? കുറേ കമൻറ്റ് ട്രോളികൾക്ക്. അതിൽ കുറേ പെണ്ണുങ്ങളാണുള്ളത്. ചാനലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് പലരും ഉണ്ട്. അതിലൊരു ആൻറ്റി പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ തട്ടമിടാറുള്ളൂ എന്ന്. ശരിയാണ് ആൻറ്റി, അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ തട്ടിടാറുള്ളൂ. കാരണം അത് അങ്ങനെയാണെന്നേ, ബിസിനസ് ട്രിക്കല്ലേ. എടി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കല്യാൺ ജ്വല്ലേഴ്സുകാരൊക്കെ ഈ മഞ്ജു വാര്യരെയും മറ്റേ അമിതാഭ് ബച്ചനെയൊക്കെ ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ട് പ്രൊമോഷൻ വീഡിയോക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നില്ലേ? ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ അത്? അപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു തട്ടം ഇടുന്നേ ഉള്ളൂ. അതിന് നിങ്ങൾ എന്തിനാ അങ്ങനെ ബേജാറാവുന്ന പോയാ? അപ്പം എൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണത്. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. അതിനിങ്ങനെ കാളിയാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ വിഷമമായി എന്ന് എനിക്കറിയാം. ഞങ്ങളെയൊക്കെ വിഷമിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പം നാളെ തൊട്ട് ഞാൻ ബ്ലംഗ്ലാവിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, എന്തിൽ? ബ്ലംഗ്ലാവ്. അപ്പോൾ അതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് സഹായിച്ചാൽ ഞാനായിട്ട് പണിയെടുപ്പിക്കാം. വേണമെങ്കിൽ മേലോട്ടൊരു നിലയും കൂടി എടുപ്പിക്കാം. അപ്സ്റ്റെയർ തന്നെ ഹോം ടൂർ നമുക്ക് കഴിപ്പിച്ചേക്കാം. അപ്പോൾ 1000 രൂപ വെച്ച് ഒരു 1000 ആൾക്കാർ അയച്ചു തന്നാൽ മതി. അതുപോലെ ഞാൻ തൃപ്തിപ്പെട്ടോളൂ. തോനെയൊന്നും വേണ്ട, തോനെ മാണ്ടായിട്ടാ. അപ്പം നിങ്ങൾ 1000 ഉറുപ്പ്യ വെച്ചിട്ട് ഒരു 1000 ആൾക്കാർ വേഗം ശടപടയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയക്കുക. ഞാനതും വെയിറ്റ് ചെയ്ത് നിൽക്കൂട്ടോ. ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുകയെ. കാരണം ഞാൻ വൃത്തിയില്ലാത്ത വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കാണ് വിഷമം കേട്ടോ. എനിക്കില്ലാത്ത വിഷമം നിങ്ങൾക്കാണേ. അപ്പം നിങ്ങളാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. നിങ്ങളാണ് ഇതൊക്കെ ഓർത്ത് വെച്ച് ചെയ്യേണ്ട കാര്യം. ഞാൻ നല്ല വീട്ടിൽ നിൽക്കണം എന്നുള്ളത് നിങ്ങളെയും കൂടി ഉത്തരവാദിത്തമായി മാറി വന്നതാണ് ഇല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും, ഇനി ഇത് രണ്ടും ഇല്ലാത്തവർക്കാണെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പർ പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് ഒരു കുഴപ്പവും ഇല്ലേ. എന്നിട്ട് നിങ്ങൾ വേഗം അയക്കി. ആദ്യം സഹായിച്ച് കാണിക്കേ, എന്നിട്ട് കുറ്റം പറയാൻ മതി. അതാകുമ്പോൾ കുറച്ച് അന്തസ്സുണ്ട്. അല്ലാത്ത പക്ഷം ഇത് പറയുന്നില്ല, അന്തസ്സില്ല കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിയുന്നതും ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ വേഗം അയച്ചുകൂടി. എന്നിട്ട് ഞാനൊന്ന് നിൽക്കട്ടെ, ഒന്ന് വൃത്തിക്ക്. നമുക്ക് ഉള്ളത് എന്തോ അത് ഞാൻ കാണിച്ചു തന്നു. അതിലും കുറ്റം പറയാൻ വന്ന കുറേ മഹത് വ്യക്തികളുണ്ടല്ലോ. സൂപ്പറാണ് മക്കളെ, സൂപ്പറാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തും ഞാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പൈസ കിട്ടിയിട്ടില്ല അച്ഛാ, ഞാൻ പിന്നെയും ഇങ്ങനെ ചോദിക്കും, അത്ര തന്നെ. അപ്പോൾ അതാണ് കാര്യം. അപ്പം നിങ്ങൾ വേഗം അങ്ങോട്ട് പൈസ അയച്ചു കൂടിട്ടോ. ഞാൻ വീട് നന്നാക്കാനും വേണ്ടിയിട്ട് ആൾക്കാരെയൊക്കെ നോക്കി നിൽക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് പൈസ അയച്ചിട്ട് വേണേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ വിട്ടെന്നോളി. എനിക്ക് എത്ര ആൾ അയച്ചേക്ക് എന്നുള്ളതൊരു കണക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടാട്ടെ. അപ്പോൾ ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ഇങ്ങോട്ട് പോരട്ടെ. ഓക്കെ, ടാറ്റാ, ബൈ.